അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവെ, ചെറിയ കടകളൊക്കെ നടത്തുന്നവർ വല്ലാത്ത വലയുന്നുണ്ട് ഈശോയെ. അവർക്ക് ഒന്നും അതിനകത്ത് കിട്ടണില്ല, പക്ഷേ കടങ്ങളാണ് വരണത്. ഇനി എങ്ങനെ ജീവിക്കുമെന്ന് പോലും അറിയാൻ പാലാതെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. അവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഒരു തൊഴിൽ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് തൊഴിൽ ചെയ്താൽ ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. അവരെ കർത്താവ് വിസ പുതുക്കി കിട്ടാത്തതിൻ്റെ പേരിൽ മക്കളെ കരഞ്ഞ് വിളിച്ച് നിലവിളിക്കുമ്പോൾ അമ്മ അവരെ ആശ്വസിപ്പിക്കുന്നത് ഉടമ്പടി എടുത്തിട്ടുണ്ട്. മകനെ, മാതാവ് നമ്മൾ സന്ദർശിക്കുമെന്നാണ്. ആ ഒരു ഒറ്റ ആശ്രമേ ഉള്ള അമ്മേ. അതെല്ലാ മക്കളും അങ്ങനെ ചിന്തിക്കുന്ന ഓരോ മക്കളും ഈ പ്രാർത്ഥന കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃപാസന ആൾക്കാരെ ജീവനുടെ പ്രത്യക്ഷ മാതാവ്, സഞ്ചാരി മാതാവ് ആ മേഖലയിൽ ചെന്നിട്ട് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് അവർക്ക് സന്ധിപ്പ് നൽകാൻ വേണ്ടി എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ
കുരിശടയാളത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ദൈവത്തിന് തൻ്റെ ഭക്തനോട് ദൈവം സംസാരിക്കും. അത് നമ്മൾ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന. ഇപ്പം ഇന്നലെ ഒരു സാക്ഷ്യം കേട്ടത്, ഒരു കുഞ്ഞ്, ചെറിയ കുഞ്ഞല്ല, കുഞ്ഞാണ്, കൊച്ചല്ല, കുഞ്ഞ് 1-2 വയസ്സുള്ള കുഞ്ഞിൻ്റെ ഒരു കിഡ്നിക്ക് നീര് വെച്ചിരിക്കണം. അപ്പം അത് ഓപ്പറേറ്റ് ചെയ്ത് കളയണം. അപ്പം അതിനുവേണ്ടി ഇവർ കിഡ്നി പോകാതിരിക്കാൻ വേണ്ടി അമ്മ കൊച്ചിൻ്റെ ആ നീരുള്ള ഭാഗത്ത് ഉടമ്പടി തൈലം തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി കർത്താവിൻ്റെ കരുണയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ മേത്ത് കത്തിവെക്കണ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പം അതിനുവേണ്ടി അവർ വിശ്വാസപൂർവ്വം ചെയ്യലാണ്. അപ്പോൾ ഇവരുടെ ഉടമ്പടി ഒരുവിധം കറക്റ്റായത് കാരണം കർത്താവ് ഇവർക്ക് ഒരു സ്വപ്ന ദർശനം കൊടുക്കും. ദർശനം കൊടുത്ത് പറയണത്, നീ ഇപ്പോൾ വലതുവശത്താണ് തൈലം തേച്ച് പ്രാർത്ഥിക്കണത്, വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണത്, പക്ഷെ കുഞ്ഞിൻ്റെ ഇടത് കിഡ്നിക്കാണ് കുഴപ്പമുള്ളതെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു ദർശനം കിട്ടിയപ്പോൾ അവൾ സ്കാൻ ചെയ്യുന്ന ഡോക്ടറുടെ അടുത്ത് പോയി. അപ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ സ്വപ്നത്തിൽ കിട്ടിയ ദർശനം കറക്റ്റാണ്, ഇടത് കിഡ്നിക്കാണ്. പിന്നെ ഇവർ അവിടെ തൈലം തേച്ച് പ്രാർത്ഥിച്ചു. ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ആ കുഞ്ഞ് സുഖപ്പെട്ടെന്നാണ് അമ്മയുടെ സാക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പം എനിക്ക് പണ്ട് മുതലേ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയ എന്നെ ഞാൻ ഒരു സെൽഫ് അസസ്മെൻ്റ് നടത്തിയപ്പോൾ ഞാൻ എപ്പോഴും ദൈവികമായ കാര്യങ്ങളെ അതിന് ഒത്തിരിയേറെ അതിന് ഹൃദയമാണ് കൊടുക്കുന്നത്, അല്ലാതെ തലച്ചോറല്ല കൊടുക്കുന്നത്. ദൈവികമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ വചന ഹൃദയം കൊണ്ടാണ് മനസ്സിലാക്കണം. അപ്പോൾ ആ ഹൃദയം കൊണ്ട് മനസ്സിലാക്കുന്ന അവരാണ് നമ്മളെന്ന് മനസ്സിലാക്കിയ ദൈവത്തിന് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. നമ്മൾ തല കൊണ്ട് മാത്രമാണ് ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഡ്രൈ ആയി പോകും. കാരണം ദൈവികമായ കാര്യങ്ങളൊന്നും നമ്മളുടെ ബുദ്ധിക്ക് വശംവദമാകുന്നതല്ല ദൈവിക വിഷയങ്ങൾ. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഹൃദയത്തിന് വശംവദമാകും ദൈവിക വിഷയങ്ങൾ. അപ്പോൾ ഞാനത് കാരണം ഹൃദയം കൊണ്ടാണ് വിശ്വസിക്കുന്നത്, ബുദ്ധി കൊണ്ടല്ല. ഇപ്പം നിങ്ങൾക്കും അത് ചില സമയത്ത് പ്രായോഗികമായിട്ട് തോന്നും. ഹൃദയത്തിൽ വിശ്വസിക്കണം എന്നല്ലേ പറയണത്. റോമ 10:9. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ. ഇവരിവിടെ ചില ശാസ്ത്രജ്ഞന്മാർ, അതായത് ആത്മീയ ശാസ്ത്രജ്ഞന്മാർ തരികിട പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയം എന്ന് പറയുന്നത് ഹോൾ ബോഡിയാണ്, ആനയെ ഊനയെന്നൊക്കെ പറയും. അതൊക്കെ തടുതപ്പാൻ വേണ്ടി അവരുണ്ടാക്കി എടുത്തിരിക്കുന്ന സങ്കല്പ യാനങ്ങളാണ്. അതല്ല സംഭവം. ഹൃദയം എന്ന് പറയുന്നത് ദൈവത്തെ മനസ്സിലാക്കുന്നത് എന്താണ്? സ്നേഹം കൊണ്ടാണ് മനസ്സിലാക്കുന്നത്, വചനത്തെ മനസ്സിലാക്കുന്നത്. അല്ലാതെ അതിൻ്റെ അകത്ത് ലോജിക്ക്. ഇപ്പോൾ യൂറോപ്പിനൊക്കെ പറ്റി ഏറ്റവും വലിയ അബദ്ധമല്ലേ വിശ്വാസത്തെ ലോജിക്ക് കൊണ്ട് മനസ്സിലാക്കും. ലോജിക്ക് വേണ്ടത്. എന്നിട്ട് എല്ലാവരും പറയും ഇഷ്ടമില്ലാത്ത വിശ്വാസം മുടന്തനാണെന്നൊക്കെ പറയും. പക്ഷേ അതേസമയം തന്നെ നമ്മൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങൾക്കും നമ്മൾ പറയുന്ന ഒരു വരട്ട് ലോജിക്ക്, എൻ്റെ ആ ഉടുപ്പ് പാകമാകത്തില്ല. അതെന്താ കാര്യം? ഇപ്പം പരിശുദ്ധാത്മാവൻ മരഗർഭം ധരിച്ചു എന്ത് ലോജിക്കുണ്ട് അതിനകത്ത്? അത് ദൈവികമായ രഹസ്യങ്ങൾക്ക് ഹൃദയമാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. ദൈവികമായ ഹൃദയമാണ്. അതിനെ ലോജിക്കാക്കി ശാസ്ത്രീയമാക്കാൻ വേണ്ടി വർഷങ്ങളോളം ഇങ്ങനെ മനുഷ്യൻ ശ്രമിച്ചിട്ട് അവസാനം സവാള പൊളിക്കണ പോലെ പൊളിച്ച് അവസാനം തുഴയാൻ ബഹുമാനം പറഞ്ഞിരിക്കും. അങ്ങനെയല്ല. പക്ഷെ നീ ഹൃദയം കൊണ്ടാണ് കർത്താവിൻ്റെ വചനത്തെ സ്നേഹിച്ചാണ്. എൻ്റെ കർത്താവ് എന്നോടുള്ള സ്നേഹത്താ പ്രതി അവൻ സ്റ്റാറ്റസ് ലോഞ്ച് ചെയ്തു. അപ്പോൾ കാര്യം ദൈവത്തിന് ചെയ്യാവുന്ന
ഏറ്റവും വലിയ കാര്യം എന്താണ്? ഈ സ്റ്റാറ്റസ് ലോ ചെയ്യുന്നതാണ്. ഇപ്പോൾ സ്റ്റാറ്റസ് നിങ്ങളൊന്ന് അതുപോലെ കർത്താവിനെപ്പടി നമ്മളൊന്ന് സ്റ്റാറ്റസ് ലോ ചെയ്ത് നോക്കി. ഉടമ്പടിയുടെ മഹാവിജയം അതല്ലേ? എന്താ കാര്യം? ഉടമ്പടിയിൽ ഏത് കളക്ടറാണെന്ന് പറഞ്ഞാലും കൃപാസനം പത്രം 10 മനുഷ്യർക്ക്, ഓട്ടോറിക്ഷക്കാർക്ക്, വഴിയിലുമൊക്കെ കൊണ്ടു നടന്ന് കൊടുക്കേണ്ടി വരും. കൊടുക്കാൻ അവർ തയ്യാറാണെന്ന് നമ്മൾ ചോദിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ അവർ വേറെ എന്തെങ്കിലും സംവിധാനം ചെയ്യാൻ പറയും. കൃപാസനം അവർക്ക് കണക്ഷൻ ഇല്ല. കൃപാസനം എന്ന് പറയുന്നത് ആരെയും മതപരിവർത്തനത്തിന് വേണ്ടി ഒരുക്കണമല്ല. ഇന്ന് വരെയൊക്കെ അറിയാം ആരെങ്കിലും നമ്മളെ ആശയപ്പെടുത്തിയിട്ടുണ്ട്, അതല്ല. പക്ഷേ ക്രിസ്തുവിനെ കൊടുക്കണം. കാരണം ക്രിസ്തു അതിന് മനുഷ്യരാശിയുടെ പൊതു അവകാശമാണ്, തറവാട്ട് സ്വത്താണ്. അപ്പം തറവാട്ട് സ്വത്ത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണത്. ക്രിസ്തു ആരെയും കടിച്ചു തിന്നാനോ വെട്ടിക്കൊല്ലാനോ ഒന്നും വരത്തില്ല. പ്രശ്നം എന്താണ്? നമ്മളുടെ എല്ലാ വിഷയവും സ്നേഹത്തിൻ്റെ പരിധി കൊണ്ടുവന്നിട്ട് മനുഷ്യൻ്റെ ടെൻഷൻ റിലീസ് ചെയ്തിട്ട് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യും. അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയറ്റ പാപികളുമായ ഞങ്ങൾ നിസീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയന്മേൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ ദൈവരഹസ്യങ്ങൾ. ഒന്നാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പൂങ്കാവനത്തിൽ വച്ച് പ്രാർത്ഥിക്കുമ്പോൾ രക്തം വിയർത്തു എന്ന് നമുക്ക് ധ്യാനിക്കാം. ഒന്നാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ജോസഫ് അച്ഛനെയും എല്ലാ ശുശ്രൂഷ മേഖലകളെയും ശുശ്രൂഷകരെയും അച്ഛൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക വഴി നടത്തലുകൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവരഹസ്യം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ.
പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. രണ്ടാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ പീലാത്തോസിൻ്റെ വീട്ടിൽ വച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. രണ്ടാം ദൈവരഹസ്യം സമർപ്പിക്കുമ്പോൾ കൃപാസനത്തിൽ നാളിതുവരെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്തവരെയും, ലൈറ്റ് എ കാൻഡിൽ പ്രയർ റിക്വസ്റ്റിലൂടെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം നമുക്ക് കാഴ്ചയർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. മൂന്നാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹായെ യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കാം. മൂന്നാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സാംസ്കാരിക സാമൂഹ്യ മേഖലകളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ ലോകത്തിന് കൊടുക്കുവാനുള്ള കൃപാസനത്തിൻ്റെ എല്ലാ ഉദ്യമങ്ങളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ അനുഭവവേദ്യമാകുവാൻ കനിവുണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി,
കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. നാലാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. നാലാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സഭയുടെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുവാനും ഒരു സമർപ്പിത സമൂഹം ഉയർന്നു വന്നുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി അനേകായിരങ്ങൾ ഈശോയിലേക്ക് പിന്തിരിയുവാൻ കനിവാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രസം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട്. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി.
കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. അഞ്ചാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ ഗാഗുൽത്താമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിൻ്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. ഈ അഞ്ചാം ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ മരിയൻ അപ്പാരിഷൻ സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും കോസ്റ്റൽ ഫോക്ക് ആർട്ട് അക്കാദമിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും പ്രത്യേകിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ നിർമ്മാണ മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ ഉണ്ടാകുവാനും സമയോചിതമായി പൂർത്തീകരിക്കാനുമുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പെ, ശ്രീഹന്മാരായ വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, വിശുദ്ധ യോഹനാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായി, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നു. എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സർവേശ്വരൻ്റെ പുണ്യസമ്പൂർണയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാമാതാവേ, സകല ആപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീടുകിടക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് സാലിക്കുട്ടി സിറിലോബോ. ഞാൻ വരുന്നത് ഇടുക്കി ജില്ലയിലെ തേക്കടിയിൽ നിന്നാണ്. ഞാനിവിടെ തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് മാർച്ച് 5-ാം തീയതി 2020 ഞാനിപ്പോൾ 16 പ്രാവശ്യം ഉടമ്പടി പുതുക്കി ഞാൻ സിൽവർ ഗ്രേ ഉടമ്പടിയിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യം പറയാൻ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ആദ്യമായി എനിക്ക് ലഭിച്ചത് ഒരു രോഗസൗഖ്യമായിരുന്നു. ഞാൻ ഈ 16 പ്രാവശ്യം ഉടമ്പടി പുതുക്കിയപ്പോഴും എനിക്ക് വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ മക്കൾക്കും കൂടപ്പറപ്പുകൾക്കുമൊക്കെ ആയിട്ടാണ് നിയോഗങ്ങൾ വെച്ചിരുന്നത്. ഒരു ദിവസം ഒരു രോഗിയെ കാണാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും എൻ്റെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ കാല് നിലത്ത് കുത്താൻ പറ്റാതെ വന്നു, വലത് കാല്. ഞാൻ വളരെയധികം വിഷമിച്ചു. ഞാൻ ഉടമ്പടി തൈലം എടുത്ത് പ്രാർത്ഥിച്ചു, ഉപ്പിട്ട് ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു. ഒത്തിരി എനിക്കറിയാവുന്ന പോലെ എല്ലാം ചെയ്തു. പക്ഷേ 3-4 ദിവസമായപ്പോഴേക്കും ഞാൻ കിടപ്പിലായി. ഇനി എടുത്തുകൊണ്ട് വേണം ടോയ്ലറ്റിൽ പോകുന്ന ഒരു അവസ്ഥയിലേക്കായി. അപ്പം ഞാൻ വീണ്ടും എന്നും ഉടമ്പടി എടുത്തതിന് ശേഷം ഇതുവരെയും ഞാൻ ഒരിക്കൽ പോലും പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. രാവിലെ ഞാൻ എന്നിട്ട് എഴുന്നേറ്റ് ഞൊണ്ടി ഒരു തരത്തിൽ ഒക്കി വന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, അമ്മേ, ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എങ്ങനെ ചൊല്ലും? എനിക്കൊട്ടും വയ്യല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ബൈബിൾ തുറന്നു. ഞാൻ ഏത് ഡോക്ടറെയാണ് കാണേണ്ടതെന്ന് പറഞ്ഞു. അപ്പോഴമ്മ എനിക്ക് വൈദ്യനും രോഗശാന്തിയും എന്നൊരു ഭാഗം തന്നു. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഞാൻ ഒരു ഡോക്ടറെ അടുത്തും പോകുന്നില്ല, ഞാൻ വൈദ്യൻ്റെ അടുത്തേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ കട്ടപ്പനയിലുള്ള ഒരു വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഞാൻ പോകുന്നതിന് മുമ്പ് തൈലം എടുത്ത്, മാതാവിൻ്റെ വിശുദ്ധ തൈലം എടുത്ത് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി കട്ടപ്പനയിലേക്ക് പോയി. അവിടെ ചെന്ന് വൈദ്യൻ കണ്ട ഉടനെ പറഞ്ഞു, ഇത് ലിഗമെൻറ്റ് വലിഞ്ഞ് പൊട്ടിയതാണ്, ഇനി ഞാൻ ഒന്നും ചെയ്യത്തില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ നീര് പറ്റിയ ശേഷം മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ വളരെ വിഷമത്തോട് പറഞ്ഞു, അയ്യോ എൻ്റെ അമ്മയെ ഞാൻ എന്നാ ചെയ്യുമെന്ന് ഓർത്തു.
പെട്ടെന്ന് തന്നെ ഈ വൈദ്യൻ എന്നെ ഒരു മേശയിലേക്ക് പെട്ടെന്ന് കയറ്റി ഇരുത്തിയിട്ട് ആ ലിഗമെൻറ്റ് പെട്ടെന്ന് വലിച്ചിട്ടു. അന്ന് തന്നെ അവിടെ ഞാൻ ആ മുറിയിലൂടെ എന്നെ 5 പ്രാവശ്യം നടത്തി. പിറ്റേ ദിവസം എനിക്ക് സൗഖ്യമായി. ഞാൻ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് എൻ്റെ ജോലികളൊക്കെ ചെയ്തു. അപ്പോൾ വൈദ്യം പറഞ്ഞൊരു 3 ദിവസം കഴിഞ്ഞിട്ടൊന്ന് വന്ന് കാണണമെന്ന് പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞ് ഞാൻ നടന്നാണ് ചെന്നത്. അപ്പോൾ വൈദ്യന് ഭയങ്കര അതിശയമായി. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നിങ്ങളൊന്ന് എക്സ്റേ എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എക്സ്റേ എടുത്തപ്പോൾ എൻ്റെ നട്ടലിന് തേയ്മാനമായിരുന്നു. അങ്ങനെ 15 ദിവസം അവിടെ കിടത്തി തിരുമി എനിക്ക് സൗഖ്യം തന്നു. അമ്മ തന്ന സൗഖ്യമാണ്. കാരണം 1 വർഷമായിട്ട് ഇപ്പം ഞാൻ എല്ലാ ജോലിയും ചെയ്യുന്നു. എല്ലാ ജോലികളും ചെയ്യുന്നതിന് എനിക്കൊരു തടസ്സവുമില്ല. രണ്ടാമതായിട്ട് എനിക്ക് ഒരു വീട് വാടകയ്ക്ക് കൊടുക്കാനായിട്ട് നിർമ്മിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ എപ്പോൾ പറഞ്ഞാലും വീട്ടിൽ തടസ്സങ്ങളായിരുന്നു. ഒരു പ്രാവശ്യം ഇവിടെ നിയോഗം വെച്ചപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു ഭവനം പണിത് എനിക്ക് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ആഴ്ചയിൽ തന്നെ ഒരു കോൺട്രാക്ടറെ കാണുകയും അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്ക് ഒരു 5 മാസം കൊണ്ട് മനോഹരമായൊരു ഭവനം പണിയാൻ സാധിക്കുകയും ചെയ്തു. ആ ഭവനം പണിത് അമ്മയുടെ ഒരു വലിയ രൂപം വാങ്ങിച്ചു കൊണ്ടുപോയി വെഞ്ചരിച്ച് അവിടെ വെച്ച് അച്ഛൻ വന്ന് വെഞ്ചരിച്ച് പോയപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലോ, അമ്മ ആഗ്രഹിച്ച പോലത്തെ ഒരു ഭവനമാണല്ലോ ഇവിടെ പണിതെന്ന് പറഞ്ഞ് ഞാൻ നോക്കുമ്പോൾ പുറത്ത് ഭയങ്കര മഴയാണ്. പക്ഷേ ഞാൻ ജനലിൽ കൂടെ നോക്കുമ്പോൾ എനിക്കൊരു മഴവില്ല് കാണാൻ സാധിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ മാത്രമേ കണ്ടുള്ളൂ, കാരണം ഞാൻ പറയുകയാണ്, എനിക്ക് ഭയങ്കരമായൊരു സന്തോഷം തോന്നി. അതുപോലെ എനിക്ക് ഇവിടെ വരുമ്പോഴെല്ലാം ഞാൻ ഓരോ 3 മാസം കൂടുമ്പോഴും വന്ന് ഉടമ്പടി പുതുക്കാറുണ്ട്. അപ്പോഴെല്ലാം എനിക്ക് ഇവിടെ 2-3 പ്രാവശ്യം എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്, ഈ നിൽക്കുന്നത് എൻ്റെ ചേച്ചിയുടെ കൊച്ചുമോനാണ്. ഇവൻ്റെ മാതാപിതാക്കൾ ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ടു പോയതാണ്, സഹോദരങ്ങളില്ല. അപ്പോൾ ഇവന് MSW കഴിഞ്ഞിട്ട് ജോലി കിട്ടാതെ 3 വർഷം വീട്ടിൽ നിന്നു. അപ്പോൾ ഇവൻ്റെ ജോലി കിട്ടാതെ വന്നതിൽ വളരെ വിഷമിച്ച് ആ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ നിയോഗം വെച്ചു, മാതാവേ ഇവനൊരു ജോലി നൽകി അനുഗ്രഹിക്കണം. കാരണം ഏജൻറ്റിനെ കാണാനോ ലക്ഷങ്ങൾ കൊടുക്കാനോ ഒന്നും സാമ്പത്തികമായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ ഓൺലൈനിലൂടെ തന്നെ അപേക്ഷിച്ച് പരിശുദ്ധ അവനെ കൊണ്ടുവന്ന് ഞാൻ ഉടമ്പടി എടുപ്പിക്കുകയും അതുപോലെ തന്നെ 2 പ്രാവശ്യം ജപമാല റാലിയിൽ പങ്കെടുക്കാനും സാധിച്ചു. മുഴുവൻ സമയവും നടന്ന് അർത്തുങ്കൽ വരെ നടന്ന് വന്ന് റാലിയിൽ മുഴുവനായിട്ട് പങ്കെടുത്തു. അങ്ങനെ ആ ഇടയ്ക്ക് തന്നെ ഒരു ഓൺലൈനിൽ അപേക്ഷിച്ച് അവനിപ്പോൾ ലണ്ടനിൽ NHS സോഷ്യൽ വർക്കറായിട്ട് ജോലി കിട്ടുന്നു. അങ്ങനെ 1.5 വർഷമാകുന്നതിന് മുമ്പ് തന്നെ അവന് ലീവ് കിട്ടി വന്നു കഴിഞ്ഞപ്പം പിന്നെ അവൻ ഒറ്റയ്ക്കാണല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും ഞാൻ നിയോഗം വെച്ചു, അമ്മയോട് പ്രാർത്ഥിച്ചു, അവന് ചേർന്നൊരു തുണയെ കൊടുക്കണം, ഒരു ഇണയെ കൊടുക്കണം. അങ്ങനെ ആ നിയോഗത്തിൻ്റെ ഫലമായിട്ട് തന്നെ കഴിഞ്ഞ ഒക്ടോബറിൽ ഒരു വിവാഹാലോചന വന്നു. അങ്ങനെ ഈ സെപ്റ്റംബറിൽ അവന് ലീവ് കിട്ടി. 1 മാസത്തെ ലീവ് കിട്ടിയിട്ടാണ് അവൻ വന്ന് കല്യാണം ഈ സെപ്റ്റംബർ 15-നായിരുന്നു. അങ്ങനെ ഈ നവദമ്പതികളെ ഇവിടെ കൊണ്ടുവന്ന് അമ്മയ്ക്ക് ഞാൻ സാക്ഷ്യപ്പെടുത്തി കാണിക്കുകയാണ്. അങ്ങനെ ആ ആഗ്രഹവും അമ്മ സാധിച്ചു തന്നു. ഉടമ്പടിയിലൂടെ എനിക്ക് ഉടനടി പരിഹാരം, ഞാൻ എന്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും അതിനെനിക്കെല്ലാം പരിഹാരം തന്നിട്ടുണ്ട്. എൻ്റെ മക്കളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഒത്തിരി അനുഗ്രഹങ്ങൾ, നിരവധിയായ അനുഗ്രഹങ്ങൾ, എണ്ണിയാൽ തീരാത്തത്ര അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ പറയണമെങ്കിൽ അവരെ കൊണ്ടുവന്നിട്ടില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. പിന്നെ 4ാമതായിട്ട് ഇവൻ്റെ കല്യാണം കഴിഞ്ഞതോടുകൂടി ഇനി അവൻ്റെ കാര്യങ്ങൾ അവൻ തന്നെ പറയും. ഇനി പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ ഈ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി പള്ളിയിലും അതുപോലെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി കൊടുക്കുമ്പോൾ ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ മുഴുവനും പറഞ്ഞിട്ടാണ് ഈ പത്രം കൊടുക്കുന്നത്. അത് ഹിന്ദുക്കൾക്കായാലും ക്രിസ്ത്യാനികൾക്കായാലും എല്ലാവർക്കും കൊടുക്കും. അതുപോലെ തന്നെ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ 3 പേരെ, ഞങ്ങൾ വണ്ടിയിലാണ് വരുന്നതാണ്, 3 പേരെ ആരെങ്കിലും ആഗ്രഹിക്കുക, എനിക്ക് കൃപാസന മാതാവിനെ കാണണം അല്ലെ ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹം പറയുന്ന എല്ലാവരെയും തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ രോഗികളെ കാണാൻ പോകുമ്പോൾ അവർക്ക് തേനും ഉപ്പും അതുപോലെ തൈലവും ഒക്കെ കൊണ്ടുപോയി കൊടുക്കും. കാശുരൂപം വാങ്ങിച്ചു കൊണ്ട് കൊടുക്കും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുപോലെ രോഗികൾക്കും പാവപ്പെട്ടവർക്കൊക്കെ ഒത്തിരി സാമ്പത്തിക സഹായം നൽകാറുണ്ട്. അതുപോലെ ആകാശപ്പറവകൾക്ക് പിന്നെ അരിയും സാധനമൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്ത അമ്മ എന്നെ ഇത്രയും നാൾ പോറ്റിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാനിവിടെ അവസാനിപ്പിക്കും. എൻ്റെ കർത്താവായ ഈശോ മിശിഹായ്ക്കും അവിടുത്തെ പരിശുദ്ധ അമ്മയ്ക്കും പ്രത്യേകം നന്ദി. 2022 ഏപ്രിൽ 4-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അതിന് മുമ്പ് വരെ, ആ ദിവസം വരെയും ഞാൻ കൃപാസനത്തിനെതിരായിരുന്നു എന്നുള്ളൊരു സത്യം കൂടെ വളരെ ഖേദപൂർവ്വം പറയുന്നു. കാരണം ഞാനൊരു എക്സാമിനേറിയനാണ്. സെമിനാരിയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഭയങ്കര ഫിലോസഫിയൊക്കെ പഠിച്ച് നിന്ന സമയമാണ്. പുറത്തിറങ്ങിക്കഴിഞ്ഞും വിശ്വാസം കാത്തു സൂക്ഷിച്ചു. പക്ഷേ കൃപാസനത്തോട് എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. സാലി ആൻറ്റിയും എൻ്റെ ഗ്രാൻഡ് മദറൊക്കെ ഒരുപാട് പറഞ്ഞപ്പോൾ ഞാൻ അവരെ കളിയാക്കിയിട്ടൊക്കെ ഉണ്ട്, ചെറുതായിട്ട് അവരെ എതിർത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. വളരെ വിഷമകരമായ അവസ്ഥയിലൂടെ കടന്നുപോയി. ഇപ്പം എനിക്ക് ക്ലിനിക്കൽ ഡിപ്രഷൻ ഉണ്ടായിരുന്നു. അതുകൂടി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. പലതും നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു ദിവസം ഗ്രാൻഡ് മദർ ചോദിച്ചു,
എങ്കിൽ ഇവർ രണ്ടുപേരും ചോദിച്ചു എങ്കിൽ നമുക്കൊന്ന് കൃപാസനത്തിൽ പോയാലോ. അപ്പോൾ എല്ലാം പോയി, ഇനി നാണം കെടാനൊന്നുമില്ല, എങ്കിൽ അങ്ങനെയും കൂടെ നാണം കെട്ടേക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞ് വീണ്ടും ഞാൻ സത്യസന്ധമായി പറയുന്നു, ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ക്ലിനിക്കൽ ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ കൊച്ചച്ഛൻ എന്നോട് മരുന്ന് കഴിക്കുന്നത് നിർത്തി നോക്കാൻ പറഞ്ഞു. നിർത്തി അനുസരണത്തിൻ്റെ പേരിൽ 1.5 മാസം എൻ്റെ അസുഖം കൂടിയതല്ലാതെ കുറഞ്ഞില്ല. പ്രശ്നങ്ങളെല്ലാം ഇരട്ടിയായി. കൃത്യമായി ഞാൻ ഓർക്കുന്നൊരു ദിവസമുണ്ട്, 2022 ജൂൺ 1-ാം തീയതി കിടന്നപ്പോൾ എനിക്ക് പിറ്റേ ദിവസം എഴുന്നേൽക്കണമെന്നുള്ള ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ 2-ാം തീയതി എഴുന്നേറ്റപ്പം ആകെ മൊത്തം മാറി. എന്ന് പറഞ്ഞാൽ തലേ ദിവസം കിടന്ന പഴയ മനുഷ്യനായല്ല ഞാൻ എഴുന്നേറ്റത്. പിറ്റേ ദിവസം മുതൽ ഭയങ്കര മാറ്റമുണ്ടായിരുന്നു. പിന്നെ ഇവിടെ പറഞ്ഞു പൈസ ഒന്നും കൊടുക്കാനില്ലായിരുന്നു UK അപ്ലൈ ചെയ്യാനൊക്കെ. എനിക്ക് കിട്ടിയ പ്രത്യേക അനുഗ്രഹങ്ങൾ, ഞാൻ പറയുന്നത് UK പോയതോ കല്യാണം കഴിച്ചു അതൊക്കെ അനുഗ്രഹങ്ങൾ തന്നെയാണ്. പക്ഷെ പ്രധാനമായ അനുഗ്രഹം മാതാവിനെ കേൾക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. കാരണം UK പോകാനുള്ള വിസ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്നറിയില്ല, ഏജൻസി കൊടുക്കാൻ പൈസ ഇല്ല. പള്ളിയിലിരുന്നപ്പം ഓരോ പിക്ചറുകൾ എൻ്റെ മനസ്സിൽ വന്നു, ഓരോ വാക്കുകൾ വന്നു. അത് കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്തു. അങ്ങനെ സെർച്ച് ചെയ്ത് പള്ളിയിലിരുന്ന് ആണ് ഞാൻ പലപ്പോഴും ലാപ്ടോപ്പ് കൊണ്ട് ഓരോന്ന് ചെയ്തത്. അവിടെ മാതാവ് നേരിട്ട് പറഞ്ഞെന്ന കാര്യം ചെയ്തതാണ്. എനിക്ക് പൈസ അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നില്ല, ഇങ്ങോട്ട് പൈസ കിട്ടിയാണ് ഞാൻ UK ജോലിക്ക് പോയത്. 2 ലക്ഷം രൂപയാണ് വിസയ്ക്ക്, പക്ഷേ എനിക്ക് 3.5 ലക്ഷം രൂപ ഇങ്ങോട്ട് കിട്ടിയാണ് ഞാൻ വിസ UK പോയത്. അതുപോലെ തന്നെ എനിക്കൊരിക്കലും കല്യാണം നടക്കില്ല എന്നായിരുന്നു എൻ്റെ ഒരു ചിന്ത. കാരണം അതുപോലത്തെ ഒരു വ്യക്തിത്വമാണ് എനിക്ക്, പ്രത്യേകതരം വ്യക്തിത്വം. പക്ഷേ എന്നെ സഹിക്കാൻ പറ്റുന്ന ഒരാളെ ഒരിക്കലും കണ്ടുമുട്ടില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഉടമ്പടി എടുത്ത് മാതാവിനോട് ഒരുപാട് അടുപ്പമുള്ള ഒരു പ്രിയപ്പെട്ടവളെ എനിക്ക് കിട്ടി. അതിനും മാതാവിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇതിനൊക്കെ പ്രത്യേകമായി നന്ദി പറയേണ്ട എൻ്റെ ഗ്രാൻഡ് പാരൻസ്, അമ്മയുടെ അപ്പനും ഉണ്ട് ഇവിടെ, പിന്നെ ശാലേൻ്റെയും. ഇതെൻ്റെ ജ്ഞാനമാതാവാണ്, ജ്ഞാനപിതാവ് ഇവിടെയുണ്ട്. ഇവരോട് പ്രത്യേകമായി നന്ദി പറയുന്നു. പ്രത്യേകമായി പ്രാർത്ഥിച്ചാൽ ഇതുപോലെ തന്നെ എല്ലാവർക്കും അനുഗ്രഹം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി വേറൊരു സന്തോഷ വാർത്ത, ഇന്നലെ കിട്ടിയ സന്തോഷ വാർത്തയാണ്. ഇന്ന് നിയോഗമായി ഞാൻ വെച്ചത്, കല്യാണം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പം ഇവളെയും കൂടെ കൊണ്ടുപോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. 15-ാം തീയതി കല്യാണം കഴിഞ്ഞു. മിനിമം 15 ദിവസമെങ്കിലും എടുക്കും വിസ കിട്ടാനായിട്ട്. പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ ഇന്നലെ വൈകുന്നേരം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇവളുടെ വിസയും അപ്രൂവ്ഡായി. അത് ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല, ഇവിടെ വെച്ചാണ് ഞാൻ പറയുന്നത്. ദൈവത്തിന് നന്ദി. അമ്മയ്ക്കും തിരുക്കുമാരനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഞാൻ പറഞ്ഞ പോലെ ക്ലിനിക്കൽ ഡിപ്രഷനൊക്കെ കൂടി വന്നിട്ട് എനിക്ക് വീടിൻ്റെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. റൂമിൻ്റെ പുറത്തിറങ്ങില്ല, ഭക്ഷണം കഴിക്കില്ല. ഇപ്പോൾ ഇത്രയും പേരുടെ മുമ്പിൽ ധൈര്യമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ കൃപാസനം പത്രം കൊടുക്കുന്നത് ഭയങ്കര നാണക്കേടായിട്ടായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇതിനെതിരായിട്ട് ഭയങ്കരമായി ഘോരം കുറേ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അതേ ഞാൻ ഇതുമായിട്ട് പോകുന്ന കാണുമ്പോൾ നാണക്കേട് വിചാരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് പ്രത്യേക ചില അത്ഭുതങ്ങൾ, അത് എനിക്ക് പറയാൻ സമയമുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ പ്രത്യേക അത്ഭുതങ്ങൾ ഈ പത്രം കൊടുക്കുന്ന സമയത്ത് തന്നെ നടത്തി. കാരണം ഒരു പ്രാവശ്യം ഞാൻ ചൈൽഡ് ലൈൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റുമായിട്ട് ലെറ്ററുമായിട്ട് ഒരു പ്രത്യേക റിസോർട്ടിൽ പോയി. അവിടെ അവരെന്നെ ഇറക്കി വിട്ടു. അതേ റിസോർട്ടിൽ ഈ പത്രമായിട്ട് ചുമ്മാ ഞാൻ ചെന്നു. അവരെന്നെ ഒരു വലിയ VIP പോലെ സ്വീകരിച്ചു. അത് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അന്ന് മുതൽ എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു. ഇവിടെ പത്രം കിട്ടിക്കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് ബസ്സിൽ ഞാനിത് കൊടുത്തു തീർക്കും. ഈ പറയുന്ന പോലെ കടകളിൽ കയറി കൊടുത്തു തീർക്കും. പിന്നെ ഇവിടെ പലപ്പോഴും പലരും പറഞ്ഞു കേട്ടതുകൊണ്ട് ചിലർ പത്രം കൊണ്ടുപോയി പള്ളിയിൽ ഇട്ടിട്ട് പോകും. അതെടുത്ത് പിന്നെയും ഞാനിങ്ങനെ ബസ് കയറി പല സ്ഥലത്തും പോയി. കുമളിയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളി വരെ പത്രമായിട്ട് പോയിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഈ പറഞ്ഞ പോലെ പൈസ ഒന്നും കയ്യിലില്ലാത്തത് കൊണ്ട് അടുത്തുണ്ടായിരുന്ന ഒരു റീഹാബ് സെൻറ്ററിൽ പോയി നഖം വെട്ടിക്കൊടുത്തു. ചില സമയത്ത് പൈസ വാങ്ങിക്കാതെയും തിരിച്ചൊന്നും കിട്ടാതെയും ചില സേവനങ്ങൾ ചെയ്തു കൊടുത്തും ആ ചാരിറ്റി അന്ന് ചെയ്തു. UK പോയി കഴിഞ്ഞപ്പോഴും ഒരുപാട് ഇപ്പോൾ കല്യാണത്തിൻ്റെയൊക്കെ ചിലവ് വന്നപ്പോഴും ചാരിറ്റി ചെയ്യാൻ അവിടെ ചില സാഹചര്യം കുറവായപ്പം ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്. ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന സോഷ്യൽ വർക്കിലാണ്, കുറേ പേർക്ക് സേവനം ചെയ്യുന്നുണ്ട്. എനിക്ക് എക്സ്ട്രാ അവർ ചെയ്യുമ്പം ആ എക്സ്ട്രാ അവറിനും അവിടെ പൈസ ചോദിക്കാം, പിന്നെ ട്രാവൽ എക്സ്പെൻസും ചോദിക്കാം. ചാരിറ്റിക്ക് വേണ്ടി ഞാനത് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ആ ജോലി അത്രയും പൈസ ചാരിറ്റി ആയിട്ട് പോകും. അങ്ങനെ ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു ജീവിതശൈലിയായി മാറി. ഇതിപ്പോൾ എൻ്റെ 7ാമത്തെ പുതുക്കലാണ്. ഹോസിയ 2:19-20 തിരുവചനങ്ങൾ. എന്നേക്കുമായി നിന്നെ ഞാൻ പരിഗ്രഹിക്കും, നീതിയിലും സത്യത്തിലും സ്നേഹത്തിലും കാരുണ്യത്തിലും നിന്നെ ഞാൻ സ്വീകരിക്കും, വിശ്വസ്തതയിൽ നിന്നെ ഞാൻ സ്വന്തമാക്കും, കർത്താവിനെ നീ അറിയും. സാലിക്കുട്ടി എന്ന ഈ സഹോദരിയും
ഡാനി എന്ന ഈ സഹോദരനും ജീവിത പങ്കാളിയും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ വലിയ സന്തോഷത്തോടു കൂടി ജീവിതത്തിൽ ഓരോരുത്തർക്കും ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. സാലിക്കുട്ടി എന്ന ഈ അമ്മ 16 തവണ ഉടമ്പടി പുതുക്കിയതാണ്. ഉടമ്പടിയിൽ ഇരുത്തം വന്നതാണ്. ആ ഉടമ്പടിയുടെ ആത്മീയത മനസ്സിലാക്കി ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നുവെന്ന് സഹോദരിയുടെ വാക്കുകളിലൂടെ നമ്മോട് പങ്കുവച്ചു. അത് പ്രത്യേകമായിട്ട് അമ്മ മാതാവിൻ്റെ സന്ദേശങ്ങൾ ലഭിക്കുന്നത്, സാന്നിധ്യം അനുഭവിക്കുന്നത്, അതിലൂടെ രോഗസൗഖ്യങ്ങൾ ലഭിക്കുന്നത് ഒക്കെ സഹോദരിയുടെ വാക്കുകളിലൂടെ നമ്മോട് പങ്കുവച്ചു. അത് പെട്ടെന്ന് നടക്കാനാവാത്തൊരവസ്ഥയുണ്ടായപ്പോൾ വചനത്തിലൂടെ വൈദ്യനും രോഗശാന്തിയും എന്നൊരു വചനം കൊടുത്തുകൊണ്ട് വൈദ്യനിലേക്ക് നയിച്ചത്, അതോടൊപ്പം പെട്ടെന്നത് രോഗശാന്തിയിലേക്ക് നയിച്ചത്, സുഗന്ധാഭിഷേകം ലഭിച്ചത്, വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ല മഴയത്ത് മഴവില്ല് കണ്ട് അമ്മയുടെ സാന്നിധ്യം തടസ്സമുണ്ടാവില്ല, അത് പൂർത്തീകരിക്കപ്പെടുമെന്ന സന്ദേശം ലഭിച്ചത് ഒക്കെ സഹോദരി വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തി. ഉടമ്പടി നമ്മൾ വിശ്വസ്തതയിൽ ജീവിച്ച് മുന്നേറുമ്പോൾ ആ ഉടമ്പടിയിൽ നമുക്ക് നൽകുന്ന അമ്മ മാതാവിൻ്റെ സിഗ്നേച്ചറാണ് സാന്നിധ്യവും അതോടൊപ്പം തന്നെ സന്ദേശങ്ങളും. സാന്നിധ്യം നമുക്കത് മഴവില്ലായി ലഭിക്കാം, അത് അമ്മയുടെ പ്രസൻസിൻ്റെ ഒരു അടയാളമാണ്. നാം ഏതെങ്കിലും ഒരു നിയോഗം അമ്മയുടെ കരങ്ങളിൽ കൊടുത്തിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഫുൾഫിൽമെൻറ്റിലേക്ക്, പൂർത്തീകരണത്തിലേക്ക് നമ്മളെ നയിക്കുന്നു എന്നതിന് നമുക്ക് ലഭിക്കുന്ന സുനിശ്ചിതമായ ഒരടയാളമായി പലപ്പോഴും മക്കളുടെ സാക്ഷ്യങ്ങളിൽ മഴവില്ല് മാറാറുണ്ട്. മറ്റൊരു അടയാളം സന്ദേശങ്ങളാണ്. അത് ചിലപ്പോൾ വ്യക്തികളുടെ ഇടപെടലുകളാകാം, ആരെങ്കിലും സംസാരിക്കുന്നതാവാം, ചിലപ്പോൾ നമുക്ക് വചനത്തിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശമാവാം, ചിലപ്പോൾ നാം ഉറങ്ങുമ്പോൾ ലഭിക്കുന്ന സ്വപ്നത്തിലെ സന്ദേശങ്ങളാവാം. അത് ഉടമ്പടിയിൽ ലഭിക്കുന്ന സന്ദേശങ്ങളുടെ പ്രത്യേകത അത് തോന്നലായിരിക്കില്ല, അത് ഉടമ്പടിയുടെ നിയോഗവുമായി ബന്ധപ്പെട്ടതായിരിക്കും. അമ്മ രോഗത്തിൻ്റെ വിഷയമാണ് അമ്മ മാതാവിൻ്റെ അരികിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. അതിനെന്താണ് ഒരു വഴി, എഴുന്നേൽക്കുന്നത് എങ്ങനെ, ഇനി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ, ഇതാണ് അമ്മയോട് ചോദിക്കുന്ന വിഷയം. അതിനോട് ചേർന്നതാണ് അമ്മയ്ക്ക് ലഭിക്കുന്ന സന്ദേശം. അതുകൊണ്ട് ഉടമ്പടിയിൽ എപ്പോഴും സന്ദേശം നിയോഗവുമായി ബന്ധപ്പെട്ടതായിരിക്കും. ആ വീടിൻ്റെ നിർമ്മാണം ഈ പെരുമഴയത്ത് പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെടുമോ, എന്തായിത്തീരും, അതിന് അമ്മയ്ക്ക് കൊടുത്തതാണ് മഴവില്ല്, അത് പൂർത്തീകരിക്കും, ആ നിയോഗം ഫലമണിയുമെന്ന് അമ്മയ്ക്ക് കൈമാറുന്നതാണ് ആ സന്ദേശം. അതുകൊണ്ട് ഉടമ്പടിയിൽ ഇത് നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നതാണ്. ആർക്ക് ലഭിക്കും ഇത്? ഉടമ്പടിയിലെ ഈ അമ്മ മാതാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അനുഭവങ്ങൾ, സന്ദേശത്തിൻ്റെ അനുഭവങ്ങൾ. അമ്മ പറയുന്നുണ്ട് ഇവിടെ വരുമ്പോഴൊക്കെ പലപ്പോഴും തനിക്ക് സുഗന്ധാഭിഷേകം ലഭിക്കും. എന്താണ് അതിനൊരു അടിസ്ഥാനം? സഹോദരി അത് പറഞ്ഞു, ഞാൻ ഒരിക്കലും എൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടി ഉടമ്പടി ഓരോ തവണ പുതുക്കുമ്പോഴും ചെയ്യാറില്ല. മറ്റുള്ളവരുടെ ജീവിതങ്ങളെയാണ് ഞാൻ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നത്. ഉടമ്പടിയിൽ എപ്പോഴും നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒരു മേഖല കൂടിയാണ്. എപ്പോൾ ഉടമ്പടി എടുത്താലും എപ്പോൾ ഉടമ്പടി പുതുക്കിയാലും നമ്മളെക്കുറിച്ച് മാത്രമേ നമുക്ക് വിചാരമുള്ളൂവെങ്കിൽ നമ്മൾ വളരെ ചുരുങ്ങിയ മനുഷ്യരാണ്, കണ്ണു തുറക്കാത്ത മനുഷ്യരാണ്, മറ്റുള്ളവരുടെ ജീവിതത്തെ കാണാത്ത മനുഷ്യരാണ്. എത്ര കണ്ട് ക്ലേശത്തിലൂടെ, ദാരിദ്ര്യത്തിലൂടെ, ജീവിത പ്രതിസന്ധിയിലൂടെ മറ്റുള്ളവർ കടന്നുപോയാലും നമ്മളെ അതൊന്നും ബാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇനിയും ദൈവവചനം മാംസം ധരിക്കുന്നില്ല. അതുകൊണ്ട് ഉടമ്പടി ജീവിതം ദൈവവചനം മാംസം ധരിക്കുന്ന പ്രക്രിയയാവണം, മറ്റുള്ളവരിലേക്ക് ജീവിതം എത്തിച്ചേരുന്ന ഒരു പ്രക്രിയയാവണം. അങ്ങനെ വളരുമ്പോൾ നമ്മുടെ ആത്മീയതയ്ക്ക് ഒരു പക്വതയുണ്ടാവും. ആ ആത്മീയ അനുഭവങ്ങളിലൂടെ ജീവിതം എപ്പോഴും സമ്പന്നമായിക്കൊണ്ടിരിക്കും. അതിനെയാണ് സഹോദരിയുടെ സാക്ഷ്യത്തിലൂടെ നമുക്ക് പങ്കുവെച്ചു തരുന്നത്. മകൻ വളരെ ബ്ലണ്ടായി, പ്ലെയിനായി അവൻ്റെ ജീവിതവും കാഴ്ചപ്പാടുകളും നമ്മോട് പങ്കുവെച്ചു. അവൻ എങ്ങനെ സെമിനാരിയിൽ പഠിച്ച മകനാണ്, അതുകൊണ്ട് അത്യാവശ്യം ദൈവവിചാര മകൻ അറിയാം, അതോടൊപ്പം യുക്തിചിന്ത മകനുണ്ട്, കാര്യങ്ങളെ പലതും കണ്ടറിഞ്ഞ് മനസ്സിലാക്കുന്ന മകനാണ്. മകൻ പറഞ്ഞു, ഞാൻ തിരികെ പോരുമ്പോൾ എൻ്റെ ജീവിതം പലതരത്തിൽ കുറവുകളിലേക്ക്, ഇല്ലായ്മകളിലേക്ക്, നഷ്ടങ്ങളിലേക്ക് മാറിയപ്പോൾ എനിക്ക് എല്ലാത്തിനോടും എതിർക്കുവാനുള്ളൊരു മനസ്സായിരുന്നു. അതുകൊണ്ട് കൃപാസനത്തെ നന്നായി ട്രോളുക എൻ്റെ രീതിയായിരുന്നു, എതിരെ പറയുക എൻ്റെ സ്വഭാവമായിരുന്നു. പക്ഷെ ഒരിക്കൽ അമ്മ മാതാവിനെ അടുത്തറിഞ്ഞതിന് ശേഷം മകന് വരുന്ന ബോധ്യങ്ങളും ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളും മകൻ സുന്ദരമായി തന്നെ അവൻ്റെ വാക്കുകളിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. അതൊന്ന്, എനിക്ക് എൻ്റെ ജീവിതത്തിന് ആത്മധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ അമ്മ സഹായിച്ചു.
എൻ്റെ രോഗക്ലേശങ്ങളിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ നൽകി എൻ്റെ അമ്മ കൈപിടിച്ച് നടത്തി. ആരുമില്ല എന്ന തോന്നലിൽ നിന്ന് എനിക്കെല്ലാവരുമുണ്ട് എന്നൊരു തോന്നലും ബോധ്യവും മകന് കൈമാറിക്കൊടുത്തു. വിദേശത്ത് പോകുവാൻ ഏറെ പൈസ വേണ്ടെടുത്ത് ഇങ്ങോട്ട് പൈസ കിട്ടി. അമ്മ മാതാവ് വഴികൾ ഒരുക്കി കൊടുത്ത് മകൻ്റെ ജീവിതത്തെ സുരക്ഷിതമാക്കി. വിവാഹത്തിന് വേണ്ടി ആഗ്രഹിച്ച നാളുകളിൽ അനുയോജ്യമായ പങ്കാളിയെ തൻ്റെ ജീവിതത്തോട് ചേർത്ത് പിടിച്ച് മകനെ കൂടുതൽ അനുഗ്രഹിച്ചു. വീണ്ടും മകൻ ഇവിടെ വെളിപ്പെടുത്തി, പങ്കാളിയെ ഇവിടെ ഒറ്റക്കിട്ടിട്ട് എങ്ങനെ പോകും എന്നൊരു ആദിയും ആകുലതയും ഉള്ളിലുള്ളപ്പോൾ, ഇന്നലെ പോകുവാനിന് ചുരുക്കം ദിവസം മാത്രമുള്ളപ്പോൾ എൻ്റെ പങ്കാളിക്കുള്ള വിസ ചുരുക്കം ദിവസത്തിനുള്ളിൽ അമ്മ മാതാവ് ഇന്നലെ എനിക്ക് അനുവദിച്ച് എൻ്റെ കരങ്ങളിൽ എത്തിച്ചു തന്നു. അനുഗ്രഹങ്ങളുടെ ഘോഷയാത്ര ഉടമ്പടി ജീവിതത്തിൽ മകൻ പങ്കുവയ്ക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് അപൂർവമല്ല, ഇത് സാധാരണമാണ്. ഇത് സാധാരണമാണ്. ഉടമ്പടി 7 തവണ മകൻ ഉടമ്പടി പുതുക്കിയെന്ന് പറയുമ്പോൾ എത്ര കണ്ടവൻ അമ്മ മാതാവിൽ ആശ്രയിക്കുകയും അമ്മ മാതാവിൻ്റെ ജീവിതത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയും ഒരിക്കൽ കൃപാസനം പത്രത്തെ വല്ലാതെ ദ്വേഷിച്ചിരുന്നവൻ എത്ര ആഗ്രഹത്തോടെ സന്തോഷത്തോടെ ആ പ്രേക്ഷിത പ്രവർത്തനത്തെ ഏറ്റെടുത്ത് ചെയ്യുവാൻ തീഷ്ണത കാണിച്ചുവെന്ന് വാക്കുകളിലൂടെ തന്നെ അവൻ പ്രഘോഷിക്കുകയും ചെയ്യുന്നു. ഇത് നമുക്കെല്ലാവർക്കും സാധ്യമാണ്. നമ്മൾ എത്ര കണ്ട് അമ്മയെ അംഗീകരിക്കുന്നു, ആദരിക്കുന്നു, സ്നേഹിക്കുന്നു, ജീവിതത്തെ ക്രമപ്പെടുത്തുന്നു, അത് ദൈവാനുഭവത്തിനും വലിയ കാര്യങ്ങൾ ചുരുക്ക സമയത്തിൽ നേടിയെടുക്കുന്നതിനും അമ്മ നമ്മളെ സഹായിക്കുന്നത് കാണുവാനാവും. ഭാരങ്ങൾ ലഘൂകരിക്കപ്പെടും, അസാധ്യമെന്ന് കരുതുന്നത് സാധ്യമായി തീരും, ക്ലേശങ്ങൾ മാറിപ്പോകും, ജീവിതം ശുഭകരമാകും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവച്ചത്. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ ദൈവിക ബോധ്യങ്ങൾക്കും എല്ലാ ജീവിത അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ